ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിബീസ് മാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ. വ്യത്യസ്തമായൊരു അച്ചാർ, കാന്താരി മുളകും ഈന്തപ്പഴം വെച്ചൊരു അച്ചാർ. എത്ര പേർ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എങ്കിലും നമുക്കിന്നത് ഉണ്ടാക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഈ അച്ചാറിന് ആവശ്യമായിട്ട് വരുന്നത് ഈന്തപ്പഴം, നല്ല ഈന്തപ്പഴമാണിത്. കുരുവ കളഞ്ഞ് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് അതിൻ്റെ വൃത്തിയാക്കി എല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. വിനാഗിരി ആവശ്യത്തിന്, ഇച്ചിരി ശർക്കരയുണ്ട്, ഉലുവാപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ഉരുളി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്തെ ശുദ്ധമായ വെളിച്ചെണ്ണ. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഈ കാന്താരി മുളക് നമുക്കൊന്ന് എണ്ണക്കകത്ത് വാട്ടിയെടുക്കണം. അപ്പോൾ അന്നേരം ഒരു ടേസ്റ്റ് കൂടും. എണ്ണ ചൂടായിട്ടുണ്ടേ, നമുക്ക് ഈ കാന്താരി മുളക് അതിൻ്റെ അകത്തിട്ടൊന്ന് വാട്ടിയെടുക്കാവേ. ഇത് കോരി എടുക്കാവേ. ഈ കാന്താരി മുളക് നമുക്ക് പൊട്ടി കിട്ടിയാൽ മതി. എണ്ണക്കകത്ത് നിന്ന് വാടി ഒന്ന് പൊട്ടിയാൽ മതി. ഉപ്പ് വാരി മാറ്റുവാണേ ഈ പ്ലേറ്റിലേക്ക്. നമ്മളിത് മുഴുവൻ കോരിയിട്ടുണ്ടേ. നമുക്കൊന്ന് വെച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോടെ. നമ്മൾ ആ എണ്ണക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് നിലക്കി കൊടുക്കട്ടെ. കരിയാപ്പിലയുടെ ഇട്ട് കൊടുക്കുവാണേ. നമ്മളേ തീയൊന്ന് ഓഫ് ചെയ്യാൻ പോകും. എന്നാ പറയുക, അല്ലെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്ന പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീയൊന്ന് ഓഫ് ചെയ്യുവാണേ. മഞ്ഞൾപ്പൊടി, ഇത് 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെയാണ്. അത് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. അത് ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കരിഞ്ഞു പോവേ. നമ്മളെ ശർക്കര എടുത്ത് വെച്ചിരിക്കുന്ന അത് കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുവാണേ. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുവാണേ. നമ്മൾ വിനാഗിരി ഒഴിക്കുകയാണ്. ഇച്ചിരി ഏറെ വിനാഗിരി ഒഴിക്കേണ്ടി വരും. കാരണം എരിവും പുളിയും മധുരം എല്ലാം കൂടെ ഉള്ളൊരു അച്ചാറായതേ. നമുക്ക് ഈന്തപ്പഴം എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാവേ. നമുക്ക് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ എണ്ണക്കകത്ത് വാട്ടി വെച്ചേക്കുന്നതാണേ. നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കാവേ. അടിപൊളി. ഇങ്ങനെയൊക്കെ അച്ചാർ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കാന്താരി മുളകും ഈന്തപ്പഴം അച്ചാർ വെറൈറ്റി സാധനമല്ലേ ഇത്, പൊളി. നമ്മളിതിൻ്റെ അകത്ത് 1.5 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ക്യാമറ ഓണല്ലായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല.
1 സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കണ്ടോ നമ്മുടെ അച്ചാറ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ. അപ്പോൾ നമുക്കൊന്ന് അടുത്ത വീഡിയോ കാണാവേ.